ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മൾ മുന്നേ നട്ട പയറിൻ്റെയും വെണ്ടയ്ക്കയുടെയൊക്കെ വിശേഷങ്ങൾ അറിയിക്കാനാണ്. പിന്നെ മുന്നേ നട്ട പയറിന് ഞാട്ട കൊടുത്തതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ ഫാക്ടംബോസും പൊട്ടാഷും ഇതിന് കൊടുക്കണം. നമ്മൾ നട്ട ഒരു 10 ദിവസം കഴിഞ്ഞുള്ളിൽ കൊടുക്കണം. പക്ഷേ ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല തകർപ്പം മഴയല്ലേ പെയ്തേ. നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ വളം കൊടുത്താലെന്ന് വെച്ചാൽ മണ്ണ് വെട്ടിയിടുമ്പോഴേ ഈ മണ്ണിനൊക്കെ പണ്ടത്തെ കാരണവന്മാർ പറയാം മണ്ണ് പഴുത്തട്ട നിൽക്കണ്ടാവുക. അപ്പോൾ ആ സമയത്തുള്ള മണ്ണ് നമ്മൾ വെട്ടി കടക്കിടാൻ പാടില്ല. ഈ വളം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് ഇലയും തണ്ടും, ദാറ്റ് മീൻസ് ഫോളിയേജ് ഗ്രോ വളരാനാണ് നമ്മളിത് ഇടാറ്. ഈ എപ്പോഴും നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ കട തൊടരുത്. ഈവൺ ചാണകപ്പൊടിയും ഇടുമ്പോൾ തന്നെ കട തൊട്ടിടുമ്പോൾ മിക്കപ്പോഴും കേടുവരുന്നുണ്ട്. കടക്കേന്ന് നീക്കിയിട്ട് വളം ഇട്ടിട്ട് നമ്മൾ പഴുക്കാത്ത മണ്ണ്, ഇതിപ്പോൾ മഴ മാറിയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവർക്ക് മണ്ണിടാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഒരിക്കലും കടക്കയിലേക്ക് മണ്ണിടരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കട അങ്ങനെ തന്നെ പഴുത്തു പോകും. ഇപ്പം ഇതിനകത്ത് നട്ടയിൽ 2-3 പോകും. നമുക്ക് എല്ലാം ഒന്നും പിടിച്ച് കിട്ടില്ല. അപ്പം അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വളം ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം അവർക്ക്. നമ്മളിപ്പോൾ ഈ ഫാക്ടംബോസും പൊട്ടാഷും ഇട്ടല്ലോ, അതൊക്കെ ഏകദേശം ഒരു 10 ഗ്രാം മതി. 10 ഗ്രാമിൽ 5 മുതൽ 10 ഗ്രാം വരെ എന്നാണ് കണക്ക് പറയുന്നത്. വല്ലാണ്ട് അധികം നമ്മൾ രാസവളങ്ങൾ കടക്കെ കൊടുക്കണ്ട. അത് ഇടണതും കട തൊടിയിക്കാണ്ട് ഇട്ടിരിക്കണം. എന്നിട്ട് പിന്നെ അതിന് മണ്ണിടണം അതിൻ്റെ മീതെ കൂടെ. അത്രേ ചെയ്യുള്ളൂ. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ സ്ലറി കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇവരെ കടക്കി ഒഴിച്ചു കൊടുക്കും. ചാണകവും വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും കൂടിയാണ് ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് നമ്മൾക്ക് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതിന് പൂവിട്ട് കായ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ കപ്പലണ്ടി പിണ്ണാക്കാണ് എപ്പോഴും പച്ചക്കറികൾക്ക് ഒക്കെ നല്ലത്. അപ്പോൾ നന്നായിട്ട് പൂവും കായും കിട്ടും. അപ്പോഴേക്കും നമ്മളിത് കലക്കി ഇവിടെ വെച്ചേക്കണം. നമ്മുടെ ചെടികൾ നടന്നിടത്തൊക്കെ അവിടെ ഒരു ബക്കറ്റ് നമ്മൾ കലക്കി, പിന്നെ പറമ്പിൽ പല സ്ഥലത്തും നമ്മൾ കലക്കി വെക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് ആ സമയമാകുമ്പോൾ വന്ന് ഇതിൻ്റെ കടക്കയിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. അത്രേ ചെയ്യുള്ളൂ. അപ്പോഴേക്കും നിറച്ച് ഈ പയർ ചെടീനൊക്കെ കണ്ടോ നന്നായിട്ട് വളർന്നു. ഇതിന് നമ്മൾ രാസവളം കൊടുത്തിട്ടില്ല. അത് മഴ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ട് മണ്ണ് പഴുപ്പുള്ളതുകൊണ്ട് ഞാനത് കൊടുക്കാണ്ട് നിന്നാണ്. പഴുത്ത മണ്ണ് വെട്ടിയിട്ട് അതുകൊണ്ട് ചെടിയെല്ലാം വാടിപ്പോവും. അപ്പോൾ ഇപ്പോൾ വെയിൽ ഉദിച്ചായതുകൊണ്ട് ഈ മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അതല്ല, അതിൻ്റെ തുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് മുറിച്ച് കളഞ്ഞോളൂ എന്ന്. കണ്ട, ഞാൻ ഈ തുമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പുതിയ ഒരെണ്ണം പൊന്തി വന്നതാണ്. കണ്ടാ, അതുപോലെ എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാത്തിൻ്റെ തുമ്പുകളൊക്കെ ഉണ്ട് മുറിച്ച് കളയാം. അപ്പോൾ പുതിയ ശാഖകൾ ഇങ്ങനെ വരും. ഇനി ആ ഭാഗത്തുണ്ട് മുറിച്ച് കളയാനായിട്ട്. അപ്പോൾ മുറിച്ച് കളഞ്ഞാൽ അപ്പം നല്ല കണ്ടോ ഇങ്ങനെ വന്നില്ലേ, ഏകദേശം ഒരു 10 അടിപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ തുമ്പ് അങ്ങോട്ട് മുറിച്ച് കളയാം. പിന്നെ നമുക്കിപ്പോൾ ഒരു തരം ജീവി പുതിയത് വന്നതെന്ന് വെച്ചാൽ ഈ ചെടിയുടെ തണ്ടുമ്മ വന്ന് മുറിക്കുകയാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഇടയ്ക്ക് ഓരോ ചെടികളുടെ ഈ തണ്ട് നമുക്ക് കാണാം ശരിക്കും വെട്ടി മുറിച്ചോണ്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഒരു ഉപകാരമായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 ചെടികൾ പകുതിക്കേന്ന് വെച്ചിട്ടുണ്ട് വാടി നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അടിയിലത്തെ കേടല്ല ഇത്, വെട്ടുകിളി എന്നൊക്കെ പറയുന്നതാണോ, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് വേപ്പെണ്ണ വെളുത്തുള്ളി അടിച്ചാൽ ഇത് പോകുന്നൊക്കെയാണ് പറയുന്നവർ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്കിത് പോകണില്ല. അപ്പോൾ ആ ചെടിയുടെ ആ ഭാഗം അങ്ങോട്ട് മുറിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വളമിടാം. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 10 ഗ്രാം ഒരു ചെടിയുടെ കട തൊടാണ്ട് ഇടണം. ഉണ്ട് ഇതിലുള്ള സാധനങ്ങൾ. ഇത് ഫാക്ടംബോസും പൊട്ടാഷും. അത് ചെടിക്ക് നല്ല ഗ്രോത്ത് കൊടുക്കാനും നമുക്ക് പൂക്കൾ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. വളരെ കുറച്ച് കൊടുക്കണ്ട കേട്ടോ. കൂടുതലൊന്നും ഈ രാസവളങ്ങൾ പ്രയോഗിക്കേണ്ട. അത് നമുക്ക് ഹെൽത്തി അല്ല താനും. കട തൊടിക്കരുത് ഒരു വളം. ഈ പൊട്ടാഷ് തിന്നാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. കണ്ട, ഈ പൂക്കാത്ത ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറയുന്നത് പൊട്ടാഷാണ്. ഇതിനൊക്കെ മുട്ടിട്ട് ഒടുങ്ങി. ഇതിൻ്റെ ഇല നമുക്ക് പറിച്ച് കറി വയ്ക്കാം. നമുക്കിപ്പോൾ അത് ഞങ്ങൾ പറിക്കാറില്ല.
എന്തെങ്കിലും കറിക്കൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ വന്ന് ഈ ഇലകളെയൊക്കെ നമ്മൾ തപ്പിപ്പറക്കി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒന്നും നമ്മൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. പിന്നെ ഇതേ നമ്മുടെ പയർമതേ കണ്ട, ഇതിൻ്റെ പയർമൊക്കെ ഉണ്ടായിക്കണണ്ട. ആ എന്താ മാമ കണ്ട, ഇതുമൊക്കെ ഇതുപോലത്തെ പയറാണ് നമുക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ആ ഞാൻ ഇതിനൊക്കെ മണ്ണിടണം. അന്നൊന്നും കുഞ്ഞോ ഇനി മണ്ണിട്ട് മൂടിയിട്ട് ഇനി എന്താണ് നമ്മൾ അടുത്ത വളം ചെയ്യണം? അപ്പോൾ ഇനി നമ്മളെ സ്ലറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അത് ഒഴിക്കുള്ളൂ. അതാണ് എല്ലാത്തിൻ്റെ അവിടെയും സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതിലും സ്ലറി ഉണ്ട്. ഇനിയൊന്നും രാസവളം പ്രയോഗിക്കില്ല. രാസവളത്തിൻ്റെ പ്രയോഗമൊക്കെ കഴിഞ്ഞു. ഇനി ജൈവവളം മാത്രമേ ഉള്ളൂ. കണ്ട, വേപ്പും പിണ്ണാക്കും, കപ്പലണ്ടി പിണ്ണാക്കും, ചാണകവും. വേപ്പും പിണ്ണാക്കൊന്നും അധികം വേണ്ട. 1 കിലോ ചാണകത്തിന് 1 പിടി മതി നമുക്ക്. കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും. കപ്പലണ്ടി പിണ്ണാക്കി എന്നാലും നല്ലോണം പൂടും. രാസവളം നമ്മൾ അധികം പ്രയോഗിക്കേണ്ട. ഈ ചെടികളുടെ ഒരു ഗ്രോത്തിന് ചെറിയ രീതിയിൽ രാസവളം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളതാ ചെയ്യുന്നത്. ചിലർ ജൈവവളം മാത്രം എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ കൃഷിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് ജൈവവളം മാത്രമാകുമ്പോൾ ചെടിക്ക് അത്ര കണ്ടൊരു ഗ്രോത്ത് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ രാസവളത്തിൻ്റെ ചെറിയൊരു പ്രയോഗം ഉപയോഗിക്കുന്നു. മഴക്കാലത്ത് നമ്മളധികം ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് ഇനി ഇത്തിരി മഴ ഒഴിഞ്ഞു, അതുകൊണ്ട് ഇനി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ സ്ലറി ഇതിൻ്റെ കടക്കി ഒഴിക്കാം. എപ്പോഴും ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ പയർ എന്തെങ്കിലും എടുത്താൽ അവർക്ക് വളം കൊടുക്കണം എന്നാണ് പറയുക. നമ്മൾ ഇങ്ങോട്ട് എടുക്കൽ മാത്രം പോരാ, അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ പയറൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ഉടൻ ഇവരെ കടയ്ക്ക് കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കും. അതാണ് ഞങ്ങൾ ചെയ്യാറ്. പയർ മുട്ടിട്ടുണ്ടല്ലോ, 1.5 മാസം കഴിയുമ്പോൾ എനിക്ക് ഇത് പയർ ഉണ്ടായി തുടങ്ങും. അപ്പം നമുക്ക് പറിക്കാം. അപ്പോൾ ആ പറിക്കുന്നത് കൂടി നമ്മൾ കാണിക്കാം. ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും ചെടികൾ നശിച്ചു പോയിട്ടില്ല ഇത്തവണ. അല്ലെങ്കിൽ പിന്നെ ഒരു വാട്ടം വരാറുണ്ട്, പക്ഷേ ഇത്തവണ അങ്ങനെ കടയ്ക്കൊന്നും വാട്ടം വന്നിട്ടില്ല. അത് നമ്മൾ മണ്ണിൽ കുമ്മായി ഇടണോണ്ടാണ് അങ്ങനെ വരാത്തത് എന്നാണ് പറയുന്നത്. കുമ്മായത്തിൻ്റെ അംശം നിന്നാൽ അതങ്ങനെ വരാണ്ട് നിന്നോളൂ. പയർ പൊട്ടിക്കുന്ന വീഡിയോ ഞങ്ങൾ പയർ പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്നാണ് ഞങ്ങൾ വിചാരിക്കണത്. വീട്ടിൽ തന്നെ പച്ചമുളകും വെണ്ടയും പയറും ഒക്കെ നട്ട് കൃഷി ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.